അറിയാത്ത കാര്യം പറഞ്ഞതാണ്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ അതും എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ഈ ബോട്ടിൽ പോകുമ്പോൾ, രാത്രി പോകുമ്പോൾ ഇങ്ങനെ വിളക്കുമാരം ഇങ്ങനെ ഈ വെള്ളത്തിലിങ്ങനെ, അവിടെ ആ കാലത്ത് ബോട്ടിൽ പോകുമ്പോൾ ഈ അവിടുത്തെ ഈ കായലിൻ്റെ വിളക്കുമരം ഉണ്ടാവും അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ, കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മനുഷ്യനെ സൃഷ്ടിച്ചതീശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. മനുഷ്യനെ സൃഷ്ടിച്ചതീശ്വരന്. എല്ലാവരും ഈ ദേവരാമാശ്രം വയലാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. അവർ ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചു. എല്ലാവരോടും ചോദ്യം ചോദിച്ചു. ഈശ്വരനോടൊരു ചോദ്യം ഈശ്വരൻ ചോദിച്ചു. അത് പ്രതിഷേധമാണ്. അപേക്ഷ ഒരു ഹമ്മിങ്ങിൽ രണ്ട് വികാരം കൊടുന്നതാണ് ദേവരാം മാഷ്. അതാണ് ദേവരാം മാഷ്. ഒരു ഹമ്മിങ്ങിൽ രണ്ട് വികാരം, പ്രതിഷേധവും അപേക്ഷയും. അതാണ് അതാ ഗ്രേറ്റ്നെസ്. അതാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഒരു ഹമ്മിങ്ങിൽ രണ്ട് ഭാവം. രാജീവിനെ അറിയില്ലത്, ഈ കേട്ടില്ലല്ലോ. ഇത് പറയുമ്പോൾ തോന്നുന്നുണ്ടോ? പ്രതിഷേധം. മനുഷ്യന് രണ്ട് അവസ്ഥകളല്ലേ? ഒന്ന് ഒരു ആക്രോശത്തിന്റെ ഒരു നിസ്സഹായതയുടെയും. അത് കവിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇതാണ് സംഗീത. ഈ സാഹിത്യത്തിന് ചെയ്യാൻ കഴിയാത്ത ചില ധർമ്മങ്ങൾ ഒരു ഹമ്മിങ്ങിലൂടെ ചെയ്തു. അതാണ് ഗ്രേറ്റ്നെസ്. അതാണ് ഒരു ദേവരായ മാസ്റ്റർ പറയാൻ കഴിയും. അതാണ് മാസ്റ്റർ. ഒരു മാസ്റ്ററേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ബോട്ടിൽ പോകുമ്പോഴത്തെ കാര്യങ്ങളും അന്നത്തെ ഈ താറാവുകൾ ഉടനെ ഇതൊക്കെ വയലാറ് വരികൾ കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ കാലത്തേക്ക് പോവുക. കാട്ടുതാറാവുകൾ, അതുപോലെ കായലിലെ വിളക്കുമരം കണ്ടു, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ കുട്ടിക്കാലത്ത് പോകുമ്പോൾ ഇങ്ങനെ നോക്കി പോകുന്നതാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ തിരിച്ച് കൊണ്ടുവരാന്ന് പറയുമ്പോൾ അതാണ് ഗ്രേറ്റ്നെസ്. അപ്പോൾ കൂടുതൽ നൊസ്റ്റാൾജിക് ആവുക നമ്മൾ. ചേട്ടൻ അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേട്ടൻ അല്ലാത്തൊരു പാട്ട് ഇങ്ങനെ പാടി കേട്ടത് പുഷ്പമംഗലയാം ഭൂമിക്ക്. അതെപ്പോഴും ഇങ്ങനെ പുഷ്പമംഗലയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ എൻ്റെ മടിയിൽ മയങ്ങുമി മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. ആ തൊടല്ലേ എന്ന് പറയണം. അതാണ് പുഷ്പമംഗലയാം ഭൂമിക്ക് വേളി പുടവയുമായി വരും വെളുത്തവാവേ എൻ്റെ മടിയിൽ മയങ്ങുമി മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. അതാണ് എക്സ്പ്രഷൻ. തൊടല്ലേ എന്ന് പറയുമ്പോൾ തന്നെ തൊടാൻ തോന്നരുത്. അവിടെ ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതാണ് ഗ്രേറ്റ്നെസ്. വരികളുടെ സംഗീതത്തിൻ്റെ ഏതാണ് മാറ്റി വയ്ക്കാൻ പോകില്ല. ഗാനമേളയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇത്തരം പാട്ടുകളും കൂടി പാടുമായിരുന്നു. പണ്ട് പാടാറുണ്ട്. പണ്ടൊക്കെ വളരെ കുറച്ച് ഫിലിമിൽ കുറച്ച് പാട്ടുകളല്ലേ പാടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഗാനമേള ഫുള്ളാക്കണമെങ്കിൽ എല്ലാവരും പാട്ട് പാടും. നല്ല നമുക്ക് ഫുള്ളാക്കാൻ കൊള്ളും. അത്രേ ഉള്ളൂ. പാട്ട്
ഇപ്പോഴും ഇടയ്ക്ക് മൂടുമെന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇഷ്ടമുള്ള പാട്ട് പാടും. പക്ഷേ ഈ നമ്മുടെ ഈ ഓഡിയൻസ് അവർ സമ്മതിക്കില്ലല്ലോ, അത് തന്നെ പാടണം റിക്വസ്റ്റ് അവർ എക്സ്പെക്ട് ചെയ്യും. തന്നെ ഒരുപാട് പാട്ടുകൾ ഹൃദയത്തിൽ താലോലിച്ച് നടക്കുന്നവർ അതേ ആവശ്യപ്പെടുന്നു. അതെ അതെ